ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ചോദിച്ചിരുന്നില്ലേ? ഇനിയും അതിൽ എൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് ഞാൻ പറയാം. മാരേജിന് ശേഷം ഒരു പെൺകുട്ടി ജോലിക്ക് പോകണമോ വേണ്ടയോ എന്നുള്ളത് ആ പെൺകുട്ടിയുടെ മാത്രം ഡിസിഷനാണ്. അതിൽ ആ പെൺകുട്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്യാം, ഹസ്ബൻഡിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കാം. ഹസ്ബൻഡ് കൺവിൻസ് ആയില്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഹസ്ബൻഡിനെ തള്ളി പറയണം എന്നല്ല, പക്ഷേ ആ ഹസ്ബൻഡ് റെസ്പോൺസിബിലിറ്റിയാണ് പെൺകുട്ടിക്ക് എന്താ വേണ്ടത്. കാരണം ജോലിക്ക് പോകണമോ വേണ്ടയോ എന്നുള്ളത് അവരവരുടെ മാത്രം ഒരു ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. അത് വേറൊരാൾക്ക് അറിയത്തില്ല. കാരണം ആ കുട്ടി തന്നെയാണ്, ആ കുട്ടിക്ക് അറിയാം അതിന് ജോലിക്ക് പോകണമോ വേണ്ടയോ എന്നുള്ളത് വേറൊരാൾ എടുക്കേണ്ട ഡിസിഷനാണ്. അല്ലെങ്കിൽ നീ ജോലിക്ക് പോകണം, നീ ജോലിക്ക് പോകണ്ട എന്നുള്ളത് വേറൊരാൾക്ക് പറയാനുള്ള റൈറ്റ് ഇല്ല. അവരവർക്ക് അറിയണം അവരവരുടെ ഗോൾസ് എന്താണ്, അവരവർക്ക് എന്താണ് ലൈഫിൽ അച്ചീവ് ചെയ്യാനുള്ളത്. ഒരു ഹൗസ് വൈഫായിട്ട് വീട്ടിലിരിക്കണോ അതോ ജോലിക്ക് പോകണമോ വേണ്ടോ എന്ന് നമ്മൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അതിന് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പം ഇത് കാരണം ഞാൻ ജോലിക്ക് പോയില്ല, അല്ലെങ്കിൽ വേറൊരാൾ കാരണം ഞാൻ ജോലിക്ക് പോയില്ല എന്നുള്ളത് ആരെയും നമ്മൾ ലേറ്റർ സ്റ്റേജിൽ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. സോ നമ്മളത് മനസ്സിലാക്കേണ്ടത് ഇസ് അവർ ഓൺ റെസ്പോൺസിബിലിറ്റി. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. എന്നിട്ട് ഹസ്ബൻഡിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക. അത് വഴക്കിട്ടിട്ടോ അങ്ങനെയൊന്നും അല്ല, നല്ല രീതിയിൽ ഹസ്ബൻഡിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുക. എന്നിട്ട് ഹസ്ബൻഡിനാണ് ആ റെസ്പോൺസിബിലിറ്റി. പിന്നെ അത് ഇൻലോസിനെ പറഞ്ഞ് സമ്മതിപ്പിക്കുക. എന്നിട്ട് ആ പെൺകുട്ടി ഡിസൈഡ് ചെയ്യുക ജോലിക്ക് പോകണം എന്നുള്ളത്. ആ കുട്ടിക്ക് പോകണം എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത് ആള് മാത്രമാണ്. അതിന് വേറൊരാൾക്കും റൈറ്റ് ഇല്ല അതിൽ ഡിസിഷൻ എടുക്കാനുള്ളത്. ഇതാണ് എൻ്റെ ഒപ്പീനിയൻ.